17 വർഷം മുമ്പാണ് നടൻ ശ്രീനിവാസനരികിലേക്ക് ഡ്രൈവറായി ഷിനോജ് എത്തുന്നത്. കണ്ടനാട്ട് വീട് പണിത കാലം തൊട്ട് വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന ഷിനോജിന് ഇക്കഴിഞ്ഞ വിഷുവിനാണ് വിഷുക്കൈനീട്ടമായി ശ്രീനിവാസനും കുടുംബവും ഒരു വീട് സമ്മാനിച്ചതും. ഒരുപിടി കൊന്നപ്പൂക്കളുമായി താരകുടുംബം പാലുകാച്ചിന് ആ വീട്ടിലേക്കെത്തിയ ദൃശ്യങ്ങളെല്ലാം വൈറലായിരുന്നു. ഇപ്പോഴിതാ ഡ്രൈവർക്ക് മാത്രമല്ല, വീട്ടിലെ ജോലിക്കാരിയായിരുന്ന സ്ത്രീക്കും ശ്രീനിവാസനും കുടുംബവും ഒരു വീട് വെച്ച് നൽകിയിരുന്നു. അതാണിപ്പോൾ വാർത്താമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നതും. ശ്രീനിവാസന്റെ നാടായ കൂത്തുപറമ്പ് പൂക്കോട് സ്വദേശിനിയായിരുന്നു അരുണ എന്ന സ്ത്രീ. പൂക്കോട്ടെ വീട്ടിൽ വിമലയ്ക്ക് സഹായിയായി എത്തിയതായിരുന്നു അരുണ. തുടർന്ന് ശ്രീനിവാസന്റെ കുടുംബം എറണാകുളത്തേക്ക് താമസം മാറിയപ്പോൾ ഒപ്പം അരുണയെയും കൂട്ടുകയായിരുന്നു. ശ്രീനിവാസനും ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം രുചികരമായ ഭക്ഷണം വിളമ്പിയ അരുണ പൂക്കോട്ടെ വീട്ടിൽ വിളമ്പിയ അതേ രുചിയും സ്നേഹവും കണ്ടനാട്ടും പകർന്നപ്പോൾ ചേർത്തു പിടിക്കുകയായിരുന്നു കുടുംബവും അവരെ. തുടർന്ന് മക്കൾ വലുതായപ്പോഴും ശ്രീനിവാസൻ ഷൂട്ടിങ്ങുകൾക്കായി പോകുമ്പോഴുമെല്ലാം ശരിക്കും വിമലയ്ക്കൊരു കൂട്ടുമായിരുന്നു അരുണ. അങ്ങനെ കൂടപ്പിറപ്പിനെ പോലെ അരുണ മാറിയപ്പോഴാണ് അവർക്കായി ഒരു വീട് നൽകുവാനും തീരുമാനിച്ചത്. അങ്ങനെ സ്വന്തം നാടായ പൂക്കോട് തന്നെയാണ് ശ്രീനിവാസൻ അരുണയ്ക്കായി വീട് പണിതതും. ശ്രീനിവാസന് വയ്യാതായ കാലത്തും അരുണ ഒപ്പമുണ്ടായിരുന്നു. വിമലയ്ക്ക് സഹായമായി ഒപ്പം നിന്ന അരുണ കുറച്ചുകാലം മുമ്പാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ പൂക്കോടിനടുത്തുള്ള തൊക്കിലങ്ങാടിയിലെ ശ്രീനാരായണ ഹോട്ടലിലെ ജീവനക്കാരിയാണ് അരുണ. ഇപ്പോൾ ഡ്രൈവർ ഷിനോജിന് ശ്രീനിവാസൻ വീട് വച്ച് നൽകിയ വാർത്ത സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുമ്പോഴാണ് അരുണ ചേച്ചിയുടെ കാര്യവും പുറം ലോകം അറിയുന്നത്. കൂത്തുപറമ്പ് സ്വദേശിനിയും ബ്ലോഗറുമായ ചന്ദ്രലേഖ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പുറത്തു വന്നത്. ചന്ദ്രലേഖയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഇത് അരുണേച്ചി, തൊക്കിലങ്ങാടിയിലാണ് താമസം. തൊക്കിലങ്ങാടി ശ്രീനാരായണ ഹോട്ടലിലെ ജീവനക്കാരിയുമാണ്. ഈ പോസ്റ്റ് അരുണേച്ചിക്ക് വേണ്ടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിലെ ദുർഘട വഴികളിലൂടെ ജീവിക്കാനായി നെട്ടോട്ടമോടിയ അരുണേച്ചി ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരൻ്റെ വീട്ടിലെത്തുകയും അവർക്ക് രുചികരമായ ആഹാരം വച്ചു വിളമ്പി മക്കളെയും നോക്കിക്കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ വെറുമൊരു അടുക്കളക്കാരിയെപ്പോലെ കാണാതെ സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെയായിരുന്നു അരുണേച്ചി അവിടെ. അരുണേച്ചിക്ക് അദ്ദേഹം ഒരു വീട് സ്വന്തമായി വച്ചു കൊടുത്തിരുന്നു പൂക്കോട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെയാണ് അരുണേച്ചി ജീവിതം മുന്നോട്ട് നയിച്ചതും ഇന്നും സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നതും. തൻ്റെ ചുറ്റുമുള്ളവർ ആരുമായിക്കോട്ടെ, അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കാണിച്ച ആ പ്രതിഭയ്ക്ക് ശതകോടി പ്രണാമമെന്നാണ് ചന്ദ്രലേഖ കുറിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം ശ്രീനിവാസന്റെ ഡ്രൈവറായിരുന്ന ഷിനോജ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പും വൈറലായിരുന്നു. 17 വർഷക്കാലത്തോളം ഷിനോജായിരുന്നു ശ്രീനിവാസന്റെ സാരഥി. ഡ്രൈവർ എന്നതിലുപരി ഒരു കുടുംബാംഗമായിരുന്നു ഷിനോജ്. കഴിഞ്ഞ വിഷുവിന് ചോറ്റാനിക്കരയിലാണ് ഷിനോജിനൊരു വീട് ശ്രീനിവാസൻ സമ്മാനിച്ചത്. ശ്രീനിവാസന്റെ സ്നേഹത്തെക്കുറിച്ച് ഷിനോജ് കുറിച്ചത് ഇങ്ങനെയാണ്. എവിടെയാണെന്നറിയില്ലെങ്കിലും അവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുതേ സർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കുറിപ്പ് അവസാനിപ്പിച്ചതും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.